ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ലോകായുക്ത ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം. ബില്ല് ഗവർണർ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് അയച്ചിരുന്നു. ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ്, ഗവർണറുടെ കടുംപിടുത്തത്തോടെയാണ് ബില്ല് രാഷ്ട്രപതിക്ക് അയച്ചത്. ഇപ്പോൾ ബില്ല് പാസ്സായിരിക്കുന്നു. ഈ ലോകായുക്ത കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാലും ഈ പൊതുപ്രവർത്തകന് സ്ഥാനത്ത് തുടരാമെന്നടക്കമുള്ള വ്യവസ്ഥകൾ ചെയ്യുന്ന ബില്ല് പാസ്സായത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമല്ല ഷഫീദ്? സുഹൈലെ, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വളരെ വിജയകരമായ ഒരു നേട്ടമായി ഇത് കണക്കാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ലോകായുക്ത നിയമ ഭേദഗതിയിൽ രാഷ്ട്രപതി ആ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പിട്ടു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ആ ബില്ലുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുണ്ടായ ഗവർണർ സർക്കാർ പോലും നമ്മൾ പല തവണ കണ്ടതാണ്. അതിനു മുൻപ് ഈ ലോകായുക്ത നിയമവുമായി ബന്ധപ്പെട്ട KT ജലീലിന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. പിന്നാലെയാണ് ആ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ദുരിതാശ്വാസ ദുർവിനിയോഗ കേസ് വരുന്നത്. ആ കേസിലും ഈ ലോകായുക്ത നിയമം എങ്ങനെ അക്കാര്യത്തിൽ നയിക്കുമെന്നടക്കമുള്ള കാര്യത്തിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾ നടന്നു. എന്നാൽ ഇപ്പോൾ 7 ബില്ലുകളാണ് ഗവർണർ ഒപ്പിടാതെ നിയമസഭ പാസാക്കിയത്. അതിനെതിരെ ആദ്യം ഈ ഗവർണർ ബില്ലുകൾ പിടിച്ചുവെച്ചു. ആ കാലതാമസം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ചില വിമർശനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഉയർന്നതാണ്. ഇതിനിടെയാണ് ഒരു ആക്ഷൻ എന്ന രീതിയിൽ ഗവർണർ ഈ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചത്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള, സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ള ബില്ലിൽ ഇപ്പോൾ രാഷ്ട്രപതി ഒപ്പിട്ടു എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഈ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അഴിമതി കേസ് തെളിഞ്ഞാൽ പോലും തൽസ്ഥാനത്ത് തുടരാം എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഇക്കാര്യത്തിൽ ഈ ജനപ്രതിനിധികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികളിൽ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് സ്വാഭാവികമായും അതിൽ ചില ആശയക്കുഴപ്പം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായതാണ്. അന്നത് വലിയ രാഷ്ട്രീയ വിഷയമാവുകയും ആ വിഷയത്തെ ചൊല്ലിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചില തർക്കങ്ങളും വാക്പോരടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. ഗവർണറുടെ കടുംപിടുത്തം അടക്കമുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഗവർണർക്ക് വലിയ തരത്തിലുള്ള തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ലോകായുക്ത വിധി മന്ത്രിമാർക്കെതിരെയെങ്കിൽ മുഖ്യമന്ത്രിക്ക് അപ്പീൽ പരിഗണിക്കാമെന്നുള്ളതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതും ഇപ്പോൾ രാജ്ഭവനെ കൃത്യമായി തന്നെ അറിയിച്ചിട്ടുണ്ട്, ഒരു നിയമോപദേശത്തിന്റെ രൂപത്തിൽ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം കൂടി നമുക്കിതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഏതായാലും സർക്കാരിനെ സംബന്ധിച്ച് വലിയ തലവേദനയായിരുന്ന ലോകായുക്ത നിയമ ഭേദഗതി ആ ബില്ലിൽ ഇപ്പോൾ രാഷ്ട്രപതി തന്നെ അംഗീകാരം നൽകിയിരിക്കുന്നു. ഗവർണറുടെ നീക്കം അത് വലിയ തരത്തിലുള്ള തിരിച്ചടി ഗവർണർക്ക് തന്നെ ഉണ്ടായിരിക്കുന്നു. രാഷ്ട്രപതി അടക്കം കടുംപിടുത്തം ഫലം കണ്ടില്ല എന്നുകൂടി നമുക്കിതുമായി ബന്ധപ്പെട്ട് വിലയിരുത്താം. ഷഫീദ്, ഈ ബില്ലിനെ സംബന്ധിച്ചിടത്തോളം ലോകായുക്തയുടെ അധികാര പരിധി കുറയ്ക്കുന്ന ഒരു ബില്ല് കൂടിയാണ്. പ്രധാനമായും ചെയ്ത വ്യവസ്ഥകൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ലോകായുക്ത കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാലും ഇവർക്ക് അധികാര സ്ഥാനത്ത് തുടരാം. അതോടൊപ്പം മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉയർന്നാൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ അതിന്റെ അപ്പലേറ്റ് അതോറിറ്റി ആയിരുന്ന ഗവർണറെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിയമസഭാ സ്പീക്കർക്ക് അതോറിറ്റി കൊടുക്കുന്ന ഒരു വ്യവസ്ഥ കൂടി ബില്ലിൽ ഉണ്ടായിരുന്നു. ഈ വ്യവസ്ഥകളെല്ലാം കൂടി അംഗീകരിച്ചിട്ടുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭ്യമാണോ? സുഹൈൽ, അങ്ങനെയുള്ള വിശദാംശങ്ങൾ ലഭിച്ചിട്ടില്ല. നിലവിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ അഴിമതി കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. അതിൽ ഈ ലോക്പാൽ നിയമം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രാഷ്ട്രപതിയുടെ ഓഫീസിൽ നിന്നും ഒരു നിയമോപദേശം ഇപ്പോൾ രാജ്ഭവനിലേക്ക് വന്നിരിക്കുന്നത്. അതായത് ലോക്പാൽ ബിൽ നേരത്തെ തന്നെ രാജ്യത്ത് വലിയ തരത്തിലുള്ള തർക്കങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അതിലെ ചില ക്ലോസുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ രാജ്ഭവൻ ഇതുമായി ബന്ധപ്പെട്ട നിയമോപദേശം വന്നിരിക്കുന്നത്. അതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. മാത്രമല്ല, ജനപ്രതിനിധികളല്ലാത്ത പൊതുപ്രവർത്തകരെ ഒഴിവാക്കിക്കൊണ്ടുള്ള എന്തെങ്കിലും സാധ്യതകൾ അതടക്കമുള്ള കാര്യങ്ങളും ഇതിനകത്തുണ്ടോ എന്നുള്ളത് വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ലോകായുക്തയെ സംബന്ധിച്ച് അവരുടെ അധികാര പരിധി, പ്രത്യേകിച്ച് അവർക്ക് കടുംപെട്ടെന്നടക്കമുള്ള രീതിയിലേക്ക് പോകാൻ ഒരു പക്ഷേ ഇനി സാധിക്കില്ല. കാരണം ലോകായുക്ത നിയമ ഭേദഗതിയിൽ ഇതിനോടകം തന്നെ രാഷ്ട്രപതി ഒപ്പിട്ടിട്ടുണ്ട്. പുതിയ വ്യവസ്ഥ അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ ഉണ്ടാകുമോ എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അക്കാര്യത്തിൽ നിയമപരമായിട്ടുള്ള ഇടപെടൽ ഏത് സാധ്യതകളിലൂടെ ഉണ്ടാകും എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഷഫീദ്, ഈ ലോകായുക്ത ബില്ലിനോടൊപ്പം മറ്റ് 7 ബില്ലുകൾ കൂടി ഇതുപോലെ പ്രസിഡന്റിന്റെ കൺസെന്റ് വേണ്ടി ഗവർണർ അയച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ചാൻസലർ ബിൽ അടക്കമുള്ള കാര്യങ്ങൾ ഇതൊക്കെ കൂടി പരിഗണിക്കുമ്പോൾ ഭാവിയിൽ സർക്കാരിന് വലിയ പ്രതീക്ഷ നൽകുകയല്ലേ ഈ പ്രസിഡന്റ് അസെന്റ്? സ്വാഭാവികമായും. കാരണം മറ്റ് ബില്ലുകളുടെ കാര്യത്തിൽ ഇതുവരെയും എന്താണ് തീരുമാനം, രാഷ്ട്രപതിയുടെ തീരുമാനം അറിയില്ല. പക്ഷേ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് നിർണായകമാകുന്ന, സംസ്ഥാന സർക്കാരിന് ഏറ്റവും വെല്ലുവിളിയാകുന്നത് ലോകായുക്ത നിയമ ഭേദഗതി ബില്ലായിരുന്നു. ഇത് സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിക്കുന്ന വേളയിൽ തന്നെ ലോക്പാൽ നിയമത്തിലെ നേരത്തെ കോടതിയിലടക്കം തർക്കമായ വിഷയങ്ങൾ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഇത് സബ്ജക്ട് കമ്മിറ്റിക്ക് മുൻപിൽ വന്ന രീതി അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് സുപ്രീം കോടതിയിൽ കൃത്യമായി തന്നെ ചില നിലപാടുകൾ സംസ്ഥാന സർക്കാർ എടുക്കുകയും ചെയ്തു. അതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗവർണർ നിയമപരമായിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവകാശങ്ങളെ വെല്ലുവിളിക്കുകയാണ് എന്നുള്ളതായിരുന്നു സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിച്ച കാര്യം. രാഷ്ട്രപതിയുടെ മുൻപിലേക്ക് എത്തി രാഷ്ട്രപതി ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകുമ്പോൾ
സ്വാഭാവികമായും സർക്കാരിന്റെ ആ വാദങ്ങൾ അത് രാഷ്ട്രപതിയും പരിഗണിക്കുന്നു എന്ന് നമുക്ക് വേണം മനസ്സിലാക്കാൻ. മാത്രവുമല്ല, ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഗവർണർ നിയമപരമായി ചൂണ്ടിക്കാണിച്ച അധികാര തർക്കം അല്ലെങ്കിൽ അധികാര പരിധി അടക്കമുള്ള വിഷയങ്ങളിൽ ഇപ്പോൾ ഗവർണർക്ക് തിരിച്ചടി ഉണ്ടായി എന്നുള്ളതും നമുക്ക് ഈ തീരുമാനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ മുഖ്യമന്ത്രി, മന്ത്രിമാർ അതടക്കമുള്ള ആളുകളെ സംബന്ധിച്ച് നിലവിൽ അവരുടെ അധികാരം സംബന്ധിച്ചുള്ള വിഷയങ്ങൾ, മാത്രവുമല്ല റിപ്പോർട്ടിംഗ് അതോറിറ്റി അതടക്കമുള്ള വിഷയങ്ങൾ, അക്കാര്യത്തിലൊക്കെ ഒരു ക്ലാരിറ്റി ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടാകും എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. സുഹൈൽ, ഷഫീദ്, സ്വാഭാവികമായും ചാൻസലർ ബില്ലും ലോകായുക്ത ബില്ലുമാണ് ഗവർണർ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചത്. കാരണം ഇരു ബില്ലുകളിലും ഗവർണറുടെ അധികാര പരിധി സ്വാഭാവികമായി കുറയ്ക്കുന്ന രീതിയിലായിരുന്നു അതിൽ ഭേദഗതി കൊണ്ടുവന്നത്. അതിൽ ലോകായുക്ത ബില്ലിനൊരു അംഗീകാരം ലഭിക്കുന്നു. സ്വാഭാവികമായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാകുന്നു. പ്രത്യേകിച്ച് നേരത്തെ കാലങ്ങളിലെല്ലാം മുഖ്യമന്ത്രിക്കെതിരെ ഒരു കുറ്റം ഉയർന്നാൽ അല്ലെങ്കിൽ അത് തെളിയിക്കപ്പെട്ടാൽ മുഖ്യമന്ത്രിയെ പുറത്താക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് ഗവർണർക്ക് തീരുമാനമെടുക്കാൻ സാധിക്കുമായിരുന്നു. ഈ ബിൽ ഇപ്പോൾ പാസ്സാകുന്നതോടെ ഈ അധികാരമടക്കം നിയമസഭാ സ്പീക്കറിലേക്ക് മാറുകയും അതേപോലെ ഇത്തരത്തിൽ KT ജലീലിന്റെ ഒക്കെ നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടതാണ്, ഒരു കുറ്റം തെളിയിക്കപ്പെട്ടതിനെ തുടർന്ന് മന്ത്രിസ്ഥാനമടക്കം രാജിവെക്കേണ്ടി വരുന്നു. അങ്ങനെ പൊതുപ്രവർത്തകർക്ക് സ്വാഭാവികം ആശ്വാസമാകുന്ന ബില്ല്, പക്ഷേ ഗവർണറെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി തന്നെയല്ലേ? ഗവർണറെ സംബന്ധിച്ച് തിരിച്ചടിയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഈ മന്ത്രിമാർക്കെതിരെയാണ് ലോകായുക്ത വിധിയെങ്കിൽ മുഖ്യമന്ത്രിക്ക് അത് പരിഗണിക്കാം എന്നുള്ളതാണ് നിലവിലത്തെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത്. ലോകായുക്ത നിയമ ഭേദഗതിയിലെ വ്യവസ്ഥ എന്ന് പറയുന്നത് വിധി മുഖ്യമന്ത്രിക്കെതിരാണെങ്കിൽ നിയമസഭയ്ക്ക് അപ്പീൽ പരിഗണിക്കാം. ഈ രണ്ട് പ്രധാനപ്പെട്ട ക്ലോസുകൾ ഇതുമായി ബന്ധപ്പെട്ട ഈ ഭേദഗതിയിൽ ഉണ്ട് എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള തീരുമാനം. ഏതായാലും ഇങ്ങനൊരു തീരുമാനം രാഷ്ട്രപതിയുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ മറ്റ് ബില്ലുകളെ സംബന്ധിച്ചുമുള്ള ആകാംക്ഷ അതേപോലെ തന്നെ ഉയരുന്നുമുണ്ട്. ഈ ഗവർണറെ അപ്പലേറ്റ് അതോറിറ്റി ആക്കാനുള്ള തീരുമാനം പിന്നീട് മാറ്റിയതടക്കം നമ്മൾ കണ്ടതാണ്. അക്കാര്യത്തിൽ മന്ത്രിമാരുടെ അടക്കം വിശദീകരണം നിയമപരമായി അത് അങ്ങനെയല്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ രാഷ്ട്രപതി കൂടി ഈ ബില്ലിന് അനുമതി നൽകുമ്പോൾ അല്ലെങ്കിൽ അംഗീകാരം നൽകുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിന്റെ ആ വാദങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് അടിവരയിടുന്നു. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഗവർണർ പോലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും ഹൈലൈറ്റ് കിട്ടുന്ന ഒരു കാര്യമായി ഇത് മാറുകയുമാണ്. സുഹൈൽ, ശരി, ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഏറെ സങ്കീർണതകൾ തീർത്ത സർക്കാരിനെയും ഗവർണറെയും രണ്ട് ധ്രുവങ്ങൾ നിർത്തിയ ലോകായുക്ത ബില്ലിന് പ്രസിഡന്റ് അനുമതി നൽകിയിരിക്കുന്നു എന്ന വാർത്തയുടെ വിശദാംശങ്ങളാണ് ഷഫീദ് റാവുത്തർ നൽകിയത്.